ഹലോ ഗൈസ്, ഞാനിന്ന് ആം ഹോൾ കർവിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഇത്രയും മെഷർമെൻറ്റാണ് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾ ഷോൾഡർ വരയ്ക്കാം. നമുക്കിവിടെ ഷോൾഡർ 12 ആണ്. 12ന് 2 കൊണ്ട് ഹരിക്കുമ്പം 6 കിട്ടും. ഈ 6 നമ്മുടെ ഷോൾഡർ. ഇനി ആം ഹോൾ ലെങ്ത്ത് അത് നമുക്ക് ഈ നെക്ക് വിട്ട് എത്രയെന്ന് അറിയണം. നെക്ക് വിട്ട് നമുക്ക് ഇവിടെ 3 ആണ് എഴുതിയെടുക്കുന്നത്. നെക്ക് വിട്ട് 3 ആണ്, നെക്ക് ലെങ്ത്ത് 3 ആണ്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ അളവ് പറയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതായത് ഇവിടുന്ന് ഇവിടേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ നെക്ക് വിഡ്ത്തിൻ്റെ അവിടുന്ന് നമ്മൾ ഈ ഭാഗം വരെ ഷോൾഡർ സ്ലോപ്പാണ്. ഇത് കട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഇതാണ് ഷോൾഡർ സ്ലോപ്പ്. പലർക്കും പല വിധത്തിലായിരിക്കും ഷോൾഡർ സ്ലോപ്പ്. ചിലവർ 1/2 ഇഞ്ച് എടുക്കും. ഇനി കോളറൊക്കെയാണ് കട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 3/4 ഇഞ്ചൊക്കെ ആയിട്ട് ഇറക്കി കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഇപ്പം ഞാൻ സാധാ ഒരു നോർമൽ കുർത്തിക്ക് 1/2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടുന്ന് താഴോട്ട് വേണം നമ്മൾ 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. ആം ഹോൾ ലെങ്ത്ത് 6 ഇഞ്ച് എടുക്കുക. ഈ ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ് ഞാനിവിടെ ആം ഹോൾ ലെങ്ത്തായിട്ട് എടുത്തേക്കണം, 6 ഇഞ്ച്. അതായത് ഈ 1/2 ഇഞ്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇറക്കം ഫുള്ള് 6 ഇഞ്ചായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ളതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. ദെൻ നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് എനിക്ക് 32 ആണ്. അതിൻ്റെ 4/1 8 അപ്പോൾ ഞാനിവിടെ 8 മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഒരു സീം അലവൻസ് 2 അല്ലെങ്കിൽ 1.5 എടുക്കാം. ഇവിടെ 8 മാർക്ക് ചെയ്തു ചെസ്റ്റ്. ഇനി നമുക്ക് ഈ ആം ഹോൾക്ക് ഇവിടെ നിന്നുള്ള ഈ എന്തോരാണ് നമ്മൾ കുഴിച്ച് വരയ്ക്കേണ്ടതെന്നാണ് നമുക്കറിയേണ്ടത്. അതിന് നമ്മൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. ഈ 24 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് ഏത് മെഷർമെൻറ്റിൻ്റെ ഒരു ശരാശരി എല്ലാ അളവിലും എടുക്കുന്ന ഒരു വാല്യൂ ആണ് 24. ഈ ചെസ്റ്റിനെ നമ്മൾ 24 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മളിത് ഈ 3 പോയിൻറ്റും കൂടെ യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് 32 ചെസ്റ്റ്. അതിൻ്റെ 24 എന്ന് പറയുമ്പം 1.33 ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 1.33 അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ പോയിൻറ്റും കൂടെ യോജിപ്പിക്കും. എന്നിട്ട് ഈ ഷോൾഡർ സ്ലോപ്പില്ലേ, ഈ ഷോൾഡർ സ്ലോപ്പ് വിട്ടിട്ട് ഈ പോയിൻറ്റില്ലേ, ഈ പോയിൻറ്റോട്ട് ഇവിടം വരെയുള്ള പോയിൻറ്റ് നമ്മൾ ടേപ്പിലൊന്ന് അളന്ന് നോക്കണം. ഈ ആം ഹോൾ 8 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഈ 8 നമുക്കിവിടെ കിട്ടേണ്ടത്. ഇതിൻ്റെ ഈ ഫുൾ അളവ് നമുക്ക് 8 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ചത് ശരിയായിരിക്കും. ഇനി അഥവാ 8 കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ടും ചെയ്ത് നോക്കാം. അതായത് ഒന്നെങ്കിൽ 6 ഇഞ്ച് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ 5.5 ആയിട്ട് ലെങ്ത് എടുക്കുക, അല്ലെങ്കിൽ 6.5 ആയിട്ട് ലെങ്ത് എടുത്തിട്ട് ചെയ്ത് നോക്കാം. 1/2 ഇഞ്ച് കൂട്ടിയും 1/2 ഇഞ്ച് കുറച്ചുള്ള കാൽക്കുലേഷന് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആം ഹോൾ കർവ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.